ഈശോയിൽ ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നവവത്സരത്തിൻ്റെ നല്ല നല്ല ആശംസകൾ നേരുകയാണ്. വിവിധങ്ങളായ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്നു കൊണ്ട് നവവത്സരത്തിൻ്റെ ഈ പുണ്യമായ ദിവസത്തിൽ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സർവമക്കളോടുമായിട്ട് ഇന്ന് യേശുവിനോടൊപ്പം ചിന്തിക്കാൻ പോകുന്ന വിഷയം സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയുടെ മഹാത്മ്യത്തെക്കുറിച്ചിട്ടാണ്. നമ്മൾ ധാരാളം പേര് പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ളവരാണ്. എന്നാൽ ആ പ്രാർത്ഥനയെ ഒരു പുതിയ തലത്തിലേക്ക് ഉയരാൻ ഈ നവവത്സരത്തിൽ ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും മാടി വിളിക്കുകയാണ്. ലൂക്കയുടെ സുവിശേഷം 11-ാം അധ്യായം 24-ാം തിരുവാക്യത്തെ നാം വായിക്കുന്നു. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും, ശ്രദ്ധിച്ചേ, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്നത്, നീ ആഗ്രഹിക്കുന്നത്, നീ പ്രാർത്ഥിക്കുന്നതും യാചിക്കുകയും ചെയ്യുന്നത് എന്തും നിനക്ക് ലഭിക്കുമെന്ന് നീ വിശ്വസിക്കുവിൻ, ലഭിക്കുക തന്നെ ചെയ്യുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര പേർ ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ അറിവും നമ്മുടെ ധാരണയും നമ്മുടെ കഴിവും നമ്മുടെ മുൻവിധിയും നമ്മുടെ ബുദ്ധിയും നമ്മുടെ അനുഭവം പറയും, ഇതൊന്നും ലഭിക്കാൻ പോണില്ല. ഇതാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. ഈ നവവത്സരത്തിൽ ശാലോം മിഷന്റെ മുമ്പിലിരുന്ന് വചനം ശ്രവിക്കുന്ന എൻ്റെ മക്കളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, പ്രാർത്ഥന സ്തുതിപ്പിന്റെ പ്രാർത്ഥനയിലേക്ക് ഉയരട്ടെ എന്ന്. ഓരോ വെള്ളിയാഴ്ച തോറും യെരൂശലേം വചനകൂടാരത്തിൽ ആരംഭ നിമിഷത്തിലെ കുരിശിൻ്റെ ആശ്വാദ സമയത്ത് ജനങ്ങൾ പൊട്ടിക്കരയുന്നതും ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടുകൊണ്ട് പിതാവായ ദൈവത്തോടൊപ്പം ഞാനും ആനന്ദിക്കാറുണ്ട്. അങ്ങനെയാണ് സ്തുതിപ്പിൻ്റെ വരത്തിലേക്ക് ദൈവമായ കർത്താവ് ഈ ആലയത്തെ നയിച്ചത്. പ്രിയപ്പെട്ടവരെ, വിജയകരമായ ഒരു ചുവടുമാറ്റത്തിന് ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബപരമായ ജീവിതത്തിൽ, എൻ്റെ സമൂഹപരമായ ജീവിതത്തിൽ ഒരു മാറ്റം, പ്രകടമായൊരു മാറ്റം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രാർത്ഥന സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയിലേക്ക് ഉയരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ വലിയ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ നീ? ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജ്ഞാനം, ദൈവത്തെ മനസ്സിലാക്കാനുള്ള ആഗ്രഹം, ദൈവികമായ ജ്ഞാനം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് തരുന്നു. മനസ്സമാധാനം നഷ്ടപ്പെട്ട് ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് സഭാതലത്തിലും സമൂഹതലത്തിലും വ്യക്തിപരമായ തലത്തിലും പ്രതിസന്ധികൾ വരുമ്പോൾ അല്പസമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല എങ്കിൽ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. വലിയ രോഗം വരുമ്പോൾ ഡോക്ടർമാരുടെ അടുത്തേക്ക് ഓടിപ്പോകുന്നതിനേക്കാൾ മുമ്പ് യേശുവിനോട്, പിതാവായ ദൈവത്തോട് ഒന്ന് കൺസൾട്ട് ചെയ്യ്. അല്പസമയം ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങൾ വളരുമ്പോൾ, മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോൾ, രോഗങ്ങൾ കടന്നു വരുമ്പോൾ സ്വസ്ഥമായി ഒരു നിത്യാരാധന കേന്ദ്രത്തിൽ പോയി, നിന്റെ ഇടവക ദൈവാലയത്തിൽ പോയി, നിന്റെ വീടിൻ്റെ അകത്തുള്ള പ്രാർത്ഥനാ മുറിയിൽ കയറി അല്പസമയം ഒന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കൂ. അത്ഭുതകരമായ മാറ്റം ഉണ്ടാകുമെന്നാണ് ഞാൻ പറയുന്നത്. ഇതെൻ്റെ
വ്യക്തിപരമായ ഒരു അനുഭവമാണ് പറയുന്നത്. ചിലപ്പോഴെല്ലാം ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ജീവിതത്തെ ദുഃഖങ്ങൾ കുന്നുകൂടുമ്പോൾ, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുന്ന സമയത്ത് സ്തുതിക്കാനായിട്ടുള്ള വരം ദൈവമായ കർത്താവ് നൽകിയതിന് ഓർത്തുകൊണ്ട് ഞാൻ അവിടുത്തോട് നന്ദി പറയുകയാണ്. ഇവിടെ വരുന്ന മക്കളോട് പറയാറുണ്ട്, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ പ്രതിസന്ധിയിലേക്ക് മാത്രം നോക്കിയിരിക്കാതെ നിന്നെ കൈപ്പിടിച്ച് നടത്തുന്നൊരു ദൈവത്തെ ഓർത്ത് അല്പസമയം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ. വർഷിപ്പ്, പ്രൈസ് ആൻഡ് താങ്ക്സ് ഗിവിങ്, ഇത് മൂന്നുമാണ് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനകളിൽ ഉൾച്ചേരുന്നത്. ഒരു ശരീരത്തിൻ്റെ തലമുണ്ട് പ്രാർത്ഥനയ്ക്ക്. ദൈവാലയത്തിൽ വരുമ്പോൾ കരങ്ങൾ കൂപ്പുന്നു, മുട്ടുകുത്തുന്നു, കരങ്ങൾ വിരിച്ചു നിൽക്കുന്നു, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ഒരു ശരീരത്തിൻ്റെ തലമാണ്. ഭൂരിഭാഗം ആളുകളും അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് അല്പം കൂടി ഉയരുമ്പോഴാണ് സ്തുതിക്കാനായിട്ട് തുടങ്ങുന്നത്. നമ്മൾ കാണാറില്ലേ, ചില അനുഭവങ്ങൾ പങ്കിടുമ്പോൾ, ചില വചനങ്ങൾ കേൾക്കുമ്പോൾ അറിയാതെ കൺമിഴികൾ തുടയ്ക്കുന്ന കുറേ വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതെൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്, അതെൻ്റെ ജീവിതത്തെ തൊടുന്നതാണ്. അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നത്. മനസ്സിൻ്റെ തലമായിട്ട് വേണമെങ്കിൽ അതിനെ വ്യാഖ്യാനിക്കാം. ഒപ്പം ദൈവത്തോട് നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, മനസ്സിൻ്റെ തലത്തിൽ നിന്ന് പെട്ടെന്ന് ആത്മീയ തലത്തിലേക്ക് കടന്നു വരാൻ, അപ്പോഴാണ് നന്ദി പറയാൻ തുടങ്ങുക. സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ ജന്മം കൊണ്ട നിമിഷം മുതൽ, ആദ്യ കാലഘട്ടം മുതൽ ഇന്നോളം വരെ ദൈവം നൽകിയിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് 5 മിനിറ്റ് സമയം ഡെയിലി ദൈവത്തിൻ്റെ സന്നിധി പോയി സ്തുതിക്കുന്ന പ്രാർത്ഥന ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ചുവടുമാറ്റം ഉണ്ടാകും. അവൻ്റെ കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ മാറിപ്പോകാൻ ഇടവരും. 5 മിനിറ്റ് സമയം ഈ പുതുവർഷത്തിൽ ഒരു തീരുമാനമെടുക്കുക. ദൈവമേ, ഇന്നോളം ഞാൻ അഭിമുഖീകരിച്ച പ്രതിസന്ധിയുടെ മുമ്പിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷാദമുഖനായിരുന്ന കാലഘട്ടത്തെ മറന്നുകൊണ്ട് എൻ്റെ സങ്കടങ്ങളിലും എൻ്റെ പ്രതിസന്ധികളിലും ഞാൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിൻ്റെ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പ്രതീക്ഷയെ അതിലംഘിക്കുന്ന രീതിയിൽ നമ്മിലേക്ക് കവിഞ്ഞൊഴുകുന്ന ദൈവാനുഗ്രഹം വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുന്നതാണ് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ, നമ്മുടെ പ്രതീക്ഷയെ അതിലംഘിക്കുന്ന കാര്യങ്ങൾ സ്തുതിക്കുന്ന വ്യക്തികളിൽ സംഭവിക്കും. ചിലപ്പോൾ അപ്രതീക്ഷിതമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ചിലപ്പോൾ അപ്രതീക്ഷിതമായിരിക്കുന്ന വീഴ്ചകൾ, രണ്ടും സംഭവിക്കാം. നമുക്കറിഞ്ഞുകൂടാ ഈ പുതുവർഷത്തിൽ എന്തെല്ലാം നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ കൈവരാനിരിക്കുന്നത്, എന്തെല്ലാം ദുഃഖങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്നത്. നന്മകളായിക്കൊള്ളട്ടെ, ദുഃഖങ്ങളായിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്ന് ഒരു നിത്യാരാധന ചാപ്പിനകത്ത് കടന്ന് നീ അല്പസമയം കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ തലവര മാറും, കുടുംബത്തിൻ്റെ ഗതി മാറും. ഈ വലിയ കാലവർഷക്കെടുതി കാലത്ത് പുഴ മാറി ഒഴുകി എന്ന് പലപ്പോഴും മാധ്യമങ്ങളിൽ വായിക്കാനിടയായി. സ്തുതിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വഴിത്താര മാറും. ഒരു ചുവടുമാറ്റം ഉണ്ടാകും. കുടുംബത്തിലും സ്വകാര്യ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ഒരു പുതിയ ചുവടുമാറ്റം നടക്കണമെങ്കിൽ നീ സ്തുതിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അധരത്തിലാണ് അനുഗ്രഹം ഇരിക്കുന്നത് എന്ന് വിസ്മരിക്കരുത്. വായ തുറന്ന് സ്തുതിക്കാൻ പലർക്കും സാധിക്കുകയില്ല. ഞാൻ കാണാറുണ്ട്, ചില വ്യക്തികൾ ചില ധ്യാന അവസരത്തിൽ വളരെ സ്തുതിപ്പിൻ്റെ വരം കിട്ടിയ സമൂഹത്തെ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വളരെ പാടുപെട്ടിട്ടാണ് അധരങ്ങൾ തുറക്കാൻ ആരംഭിക്കുന്നത്. ഞാൻ മനസ്സിൽ എഴുതി വച്ചിരിക്കുകയാണ്, അധരങ്ങളിലാണ് അനുഗ്രഹം ഇരിക്കുന്നത്. ചോദിക്കട്ടെ,
വായ തുറന്ന് ചോദിച്ചാൽ, ആദരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ മുമ്പിലേക്ക് അനുഗ്രഹത്തിൻ്റെ അക്ഷയ പാത്രങ്ങൾ ഇറക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയിലൂടെ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഒന്ന്, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പാപത്തിലും പാപബന്ധനത്തിലും പെട്ടവനായിക്കൊള്ളട്ടെ, കൊലപാതകം, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി എന്നുവേണ്ട എത്ര വലിയ പാപബന്ധനത്തിൽ അകപ്പെട്ടവനാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന്, ദൈവമേ എനിക്ക് തെറ്റിപ്പോയി, എനിക്ക് മാപ്പ് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് കരങ്ങൾ ഉയർത്തി ചുങ്കക്കാരനെ പോലെ നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? അവൻ നീതിമാനായി അവിടുന്ന് പുറത്തേക്ക് പോകും. 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. ദൈവം എന്നോട് ക്ഷമിക്കുകയില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകുന്നത്. കൊലപാതകത്തിലേക്കാണെങ്കിലും ജഡവ്യാപാരത്തിലാണെങ്കിലും ദൈവം എന്നോട് ക്ഷമിക്കുകയില്ല, ഈ അകൃത്യങ്ങൾ പൊറുക്കുകയില്ല. അതുകൊണ്ട് പാപത്തിന് മേൽ പാപം ചെയ്തുകൊണ്ട് മനുഷ്യൻ ഓടി നടക്കുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അകൃത്യങ്ങൾ ദൈവം ക്ഷമിക്കുന്നു. ഒരിക്കൽ ജെറുസലേം വചന കൂടാരത്തിലെ താമസമുള്ള ധ്യാനാവസരത്തിൽ പാപത്തിൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ അവൻ്റെ മനസ്സുണർന്നു. അവൻ ദൈവത്തെ തള്ളിപ്പറഞ്ഞതും ദൈവത്തിൽ നിന്ന് ഓടിയകുന്നതുമായ കാര്യങ്ങൾ ദൈവം ഓർമ്മപ്പെടുത്തി കൊടുത്തു. അവൻ ഓടി വന്നു, അച്ഛാ ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കൊരു സ്വസ്ഥത കിട്ടുന്നില്ല. ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, നിന്റെ ഘോരമായ പാപങ്ങൾ ദൈവത്തിന് ക്ഷമിക്കാൻ സാധിക്കും. നീ ചെയ്തു കൂട്ടി എത്ര വലിയ പാപങ്ങളുമായിക്കൊള്ളട്ടെ, ദൈവസ്നേഹത്തിൻ്റെ ആഴിക്കടലിലേക്ക് ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ദൈവം വലിച്ചെറിഞ്ഞു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? കുമ്പസാരം കഴിയട്ടെ, ദൈവം നിന്നെ ശാന്തതയിലേക്ക് കൊണ്ടുവരും. കുമ്പസാരത്തിന് ശേഷം ആ സഹോദരൻ എൻ്റെ പക്കലേക്ക് വന്ന് ഓർക്കുന്നുണ്ട്, എൻ്റെ അച്ഛാ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോയി, എൻ്റെ ജീവിതത്തിൽ വീണ്ടും രക്ഷ കിട്ടി, എനിക്ക് ആരുടെയും മുഖത്തേക്ക് നോക്കാം, എല്ലാവരോടും സംസാരിക്കാം. പ്രിയപ്പെട്ടവരെ, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അകൃത്യങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. 2, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ സുഖമാക്കുന്നു. 103-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, രോഗങ്ങൾ സുഖമാക്കുന്നു. ഓരോ കൺവെൻഷൻ ഗ്രൗണ്ടിലും ഓരോ ധ്യാന മന്ദിരങ്ങളിലും വചന ശുശ്രൂഷ സമയത്ത് നടക്കുന്നത് കൺകുളിർക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വചനം പറയുന്നു, വചനം അയച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നു. മകനെ, നീ രോഗിയായി തീരുമ്പോൾ ഉദാസീനനാകാതെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക, അവൻ്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യം. പ്രിയപ്പെട്ടവരെ, സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഈ സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളിലേക്ക് സൗഖ്യത്തിന് ദൈവം കടന്നു വരുന്നുണ്ട്. കരങ്ങൾ ഉയർത്തിക തന്നെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി ആരാധന, സ്തുതി ആരാധന, നന്ദി ആരാധന, സ്തുതി ആരാധന, നന്ദി ആരാധന, സ്തുതി ആരാധന. ചലിജ 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 ചലിജ. കർത്താവെ, കടന്നു ചെല്ലണമേ. ഇപ്പോൾ രോഗികളായി ഈ ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന അനേക മക്കളിലേക്ക് സൗഖ്യത്തിൻ്റെ തൈലം പുരട്ടാൻ മാലാഖ വൃന്ദങ്ങളോടൊപ്പം ഈശോ കടന്നു വരുന്ന കാഴ്ച ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗങ്ങൾ സുഖമാക്കപ്പെടുന്നു. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, അംഗവൈകല്യങ്ങൾ സൗഖ്യമാക്കുന്നു. ഏതാനും നാൾ മുമ്പ് ജെറുസലേം വചനകൂടാരത്തിലെ ഹൃദയഭാഗത്ത് സ്ഥാപിതമായിരിക്കുന്ന
ജെറൂസലം കുരിശ്. അവിടെ വന്ന് പ്രാർത്ഥിച്ച് താഴേക്ക് ഇറങ്ങി വന്ന ഒരു സഹോദരൻ എന്നോട് പറയുകയായിരുന്നു, 5 ആഴ്ചകളായി എല്ലാവരും വിട്ടുപോകുമ്പോൾ ഈ കുരിശിന് ആരുമില്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ഒരു ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞങ്ങൾ പാവപ്പെട്ടവരാണ് അച്ചോ, ദരിദ്രരാണ്. ഈ കുരിശ് രക്ഷ കണ്ടെത്തി ഈ കുരിശിനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം അങ്ങോട്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കും. ആരുമില്ലെങ്കിൽ എത്ര നേരമാണ് പ്രാർത്ഥിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ദിവസം ഡോക്ടർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു, ഉദര സംബന്ധമായ രോഗങ്ങൾക്ക് ഇപ്പോൾ ഓപ്പറേഷൻ വേണ്ട. ആ സന്തോഷമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നീ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു നോക്ക്. അധരങ്ങൾ തുറന്ന് നിന്റെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ, വിശുദ്ധ കുർബാന കഴിയുമ്പോൾ, നിന്റെ സ്വകാര്യ പ്രാർത്ഥനകൾ, വ്യക്തിപരമായ പ്രാർത്ഥന കഴിയുമ്പോൾ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ നടക്കും, അതിശയങ്ങൾ നടക്കും. ഇന്ന് എന്തേ അത്ഭുതങ്ങളും അതിശയങ്ങളും നടക്കാത്തതിൻ്റെ കാരണം അധരം തുറന്ന് സ്തുതിക്കുവാനോ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന ശക്തി അറിയാത്തത് കൊണ്ടല്ലേ ഈ പ്രാർത്ഥനാ രീതി നമ്മൾ അഭ്യസിക്കാത്തത്? വീണ്ടും മൂന്നാമതായി, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു എന്നാണ് 103-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ വായിക്കുന്നത്. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ സ്നേഹിക്കാൻ ആരുമില്ലേ, എനിക്ക് സ്നേഹം കിട്ടുന്നില്ലേ, എന്നെ ആരും നോക്കുന്നില്ലേ, എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേവലാതിപ്പെട്ട് പരാതിപ്പെട്ടുകളുമായി കടന്നു വരുന്നവരോട് ഈശോ പറയുകയാണ്, വചനം പറയുകയാണ്, നീ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് സ്നേഹവും നിനക്ക് കരുണയും ലഭിക്കും, അവനെ കിരീടമണിയിക്കും എന്ന് പറഞ്ഞാൽ രാജാവാക്കി മാറ്റുമെന്ന്. മനുഷ്യൻ രാജാവാക്കി മാറ്റും. കാരണം രാജ്യത്വത്തിലേക്ക് വളരാൻ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന സഹായിക്കുമെന്ന് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. ഏതെങ്കിലും പഠിച്ചിട്ട് പരീക്ഷാ ഹാളിൽ കിട്ടാതെ വരുമ്പോൾ അല്പസമയം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു സ്ക്രീനിൽ എന്ന പോലെ കർത്താവ് അത് എഴുതി കാണിച്ചു തരുമെന്ന്. ആയിരങ്ങൾ കൂടുന്ന സമൂഹത്തിലാണ് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്ന ബൈബിൾ ഗ്രാമിൽ പഠിച്ച് ജെറൂസലം ടെൻഡർ പ്ലാൻസിൽപ്പെട്ട ഒരു കുഞ്ഞു എന്ന് പറയാം, അച്ഛൻ പറഞ്ഞ് ഞാൻ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആഫിയൽ എക്സാമിനേഷൻ സമയത്ത് ഒരു ചോദ്യം എന്ത് ചെയ്തോ ഓർമ്മ വരുന്നില്ല. അല്പസമയം യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന എന്ന് പറയുന്ന സമയത്ത് ആ പഠിച്ച പേജുകൾ കൃത്യമായി എനിക്ക് കാണിച്ചു തന്നു. തെറ്റുകൂടാതെ ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിഞ്ഞുവെന്ന്. നിങ്ങൾ പരിശോധിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. മക്കളോട് ഇത് പറഞ്ഞു കൊടുക്കണം. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹവും കരുണയും നമ്മിലേക്ക് ഒഴുകുക മാത്രമല്ല, അവനെ കിരീടമണിയിക്കുന്നുവെന്ന്. 4, നിന്റെ ജീവിതത്തെ നവീകരിക്കാൻ കഴുകൻ്റേതെന്നതുപോലെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നവീകരിക്കപ്പെടും. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 5-ാമതായി നിനക്ക് ധൈര്യം ലഭിക്കും. നമ്മളൊക്കെ ഭീരുക്കളായി തീരുന്ന സമയങ്ങളൊക്കെ ഉണ്ടാകും. ഭയപ്പാടുണ്ടാകുന്ന സമയം ഉണ്ടാകും. കർത്താവ് ആരാണെന്നും കർത്താവിൻ്റെ ശക്തി എന്താണെന്നും നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. നമ്മൾ കാണാറുണ്ടോ, പേടിച്ച് നമ്മൾ പോകുന്ന സമയത്ത് വെറുതെ ഓളിയിട്ട് പോകും. സിമിത്തേരിയുടെ അടുത്തൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഓളിയിട്ട് പോകുന്ന എന്തിനു വേണ്ടിയിട്ടാ? ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈശോ പറഞ്ഞില്ലേ, ഭയപ്പെടാതെ നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ, ഇന്ന് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്ന രക്ഷണീയ കൃത്യം നിങ്ങൾ നോക്കി കാണുവിൻ. നമ്മൾ സ്വന്തം മുറിയിലിരുന്ന് പ്രാർത്ഥനാ സ്ഥലത്തിരുന്ന് 2 കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ശക്തി, ധൈര്യം നമ്മിലേക്ക് നദി പോലെ ഒഴുകി നമുക്ക് കാണാൻ സാധിക്കും. 6-ാമതായി, പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ ഏറ്റവും നല്ല പ്രാർത്ഥനാ രീതിയാണ് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അർദ്ധരാത്രിയുടെ അടുത്ത് പൗലോസും ശീലാസും സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. അവിടെ ചങ്ങലകൾ താനെ അഴിഞ്ഞു വീണു.
പാപത്തിൻ്റെ ചങ്കലകൾ അഴിഞ്ഞു വീഴാൻ, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ നിന്ന് പുറത്തു വരാൻ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന നിന്നെ സഹായിക്കും സഹോദര സഹോദരി എന്ന് നീ തിരിച്ചറിയുക. മാത്രവുമല്ല, നല്ലൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ് സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന. അവസാനമായി ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി തരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 19:6 ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണകർത്താവായി മാറും. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭരണകർത്താവായി മാറും. ഈ നവവത്സരത്തിൽ ഈ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന നിനക്കൊന്ന് പരിശീലിച്ചുകൂടെ? നമ്മുടെ തകർച്ചകളുടെ നടുവിൽ, നമ്മുടെ കഷ്ടങ്ങളുടെ നടുവിൽ, നമ്മുടെ ബലഹീനതയുടെ നടുവിൽ, നമ്മുടെ രോഗങ്ങളുടെ നടുവിൽ, നമ്മുടെ അധ്വാനങ്ങളുടെ നടുവിൽ, നമ്മുടെ പഠനങ്ങളുടെ നടുവിൽ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥന ഈ നവവത്സരത്തിൽ ഒരു നവചൈതന്യം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെയും അപ്രകാരം ഒരു പ്രാർത്ഥനയ്ക്കായി നീ ഒരുമിട്ടിട്ടില്ല എങ്കിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായിട്ട് ഈ നവവത്സരത്തിൽ നമ്മിൽ വന്ന് നിറയട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. സ്വർഗീയ പിതാവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഇന്നത്തെ ശുശ്രൂഷ സംബന്ധിച്ച സർവ്വ മക്കൾക്കും സ്തുതിപ്പിൻ്റെ വരം, സ്തുതിപ്പിൻ്റെ കൃപ നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.